എന്തായാലും ഒരു മുതുകിലുള്ള സ്കൂളിലായിരിക്കും കാണുന്നത്, ആ പേട്ട് സ്കൂളിൽ. പക്ഷെ അവന് ട്രക്കില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടാണ്. മീൻകാരം വന്നു വിചാരിക്കും കേട്ടോ അവര്. ഇവിടുന്ന് ഒന്ന് ചാടിക്കഴിഞ്ഞാ അപ്പുറത്ത് പെട്ടെന്ന് എത്താം. ശരിക്കും അകത്തെത്തിയാൻ. ചന്ദ്രന്റെ അനിയനാണ്. അലീന അങ്ങ് കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നോ. ഹലോ 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 ഹലോ. പറ്റത്തില്ല കണ്ണാ, പറ്റത്തില്ല. നമുക്ക് ഫയർ കൊടുക്കാതെ ആര് കേറിയാലും വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് കൊന്നത്. അലീന കൊല്ലണ്ടായിരുന്നു കേട്ടോ, എന്റെ ഒരു അനിയനെ പോലെ. വീഡിയോ എടുക്കാൻ പോയ ഫോട്ടോ കിട്ടി, ഫോട്ടോ കിട്ടി. വീഡിയോ കോൾ വിളിച്ച് പറഞ്ഞാലോ. സ്കൂളിൽ നിന്ന് കണ്ടോ, നിന്ന് കത്തുമല്ലോ. ആയിരുന്നു, ഫോൺ എടുത്തായിരുന്നു, വീഡിയോ കോൾ ആയിരുന്നത്. ചോര എന്റെ ഷോൾഡറിലിരിക്കുന്നു. ഒരു സൈഡ് പറയലി, ഒരു സൈഡ് പറ. അല്ലല്ല ചാവണം, ചാവണം. രണ്ട് സൈഡ്. പെട്ടെന്ന് ഞാൻ അനിയന്റെ സ്നേഹത്തെ പറ്റി ഒന്ന് ആലോചിച്ചു. പണ്ട് സ്കൂള് എത്തിച്ച ഓർമ്മയുണ്ടല്ലോ എനിക്ക്. നല്ല പയ്യന, നല്ല പയ്യന. ഇത് ഇവൻ എഴുന്നേക്കുമ്പോ ഉണ്ടല്ലോ നിന്റെ ഡിസിഷൻ പറയാൻ പോവാണേ. നീ എവിടെ പോകുന്നു? ദൂരമാ പോയി. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും തന്നെ നീ പറയണം. നമുക്ക് ഇതിന്റെ കക്കൂസിന്റെ ടാങ്കിന്റെ അടിയിൽ ഇവനെ കുഴിച്ച് കൊന്നു കൂടി ഇട്ടാലാ? ബൈക്ക് എടുത്ത് ഞാൻ വെള്ളത്തിൽ കൊണ്ടിടാം. അലീന ഒക്കെ കക്കൂസിന്റെ ടാങ്കിന്റെ അടിയിൽ കൊണ്ടിട്ട് സൂര്യയുടെ അപ്പി കൊല്ലണ്ടെന്ന് പറഞ്ഞ ആളാണോ ഇതൊക്കെ പറയണ? പെട്ടെന്ന് പെണ്ണിനെ കയറി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനി ആരാണെങ്കിലും ഒന്ന് കുഴിച്ച് തള്ളും നമ്മള്. ആരും അറിയത്തില്ല. ഹലോ എക്സ്എംഡി ഡിപ്പാർട്ട്മെന്റ്. ഹലോ ഹലോ, we are calling from elementary school. Yeah, ആരോ വന്നിട്ട് ഡോക്ടർ. ദോശ ഒന്നും വേണ്ട, ഡബിൾ ബുൾസ്. താങ്ക് യു. ആരോ വന്നു. എന്താ നമ്മൾ താ വെച്ചിട്ടുണ്ട്? അത് അപ്പുറത്തല്ലേ, എക്സ്എംഡി അപ്പുറത്താണ്. അലടിച്ചു വീണോ എന്റെ മേലെ. വീട്ടിൽ ഹോട്ടലാ. ഓ 1v4 ഒക്കെ നമുക്ക് ഈസി അടിക്കാൻ കഴിയും. അത് പ്രോപ്പർ ആകത്തില്ല. ഓക്കെയാണ് സാർ, ഓക്കെ. എല്ലാം ഓർമ്മയുണ്ട്. വീഡിയോ എടുക്കണം. ഇല്ല സ്കൂളിൽ വീടിലെ ഫോട്ടോയും കിട്ടി.
എലി എലി 4 പേരെയും കൊന്ന് ഇവിടുന്ന് പുട്ടുപോലിക്ക് ഇറങ്ങി പോവാൻ അറിയാനിട്ടില്ല. പിന്നെ അത് വേണ്ട. അതൊരു ചീഫ് ഷോയപ്പ് ആവും. പക്ഷെ ശരിക്കുള്ള ഷോയപ്പ് എന്താ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. രക്ഷപ്പെട്. ദേവിക്കുട്ടി ഒന്ന് കേക്കിനെ വിളിക്കോ. വിളിക്കാം. വെളിയിലായി വണ്ടി പട്ടി ഹലോ പോയിട്ടോ ആ ഇല്ലല്ല പോകുന്നതിന് മുമ്പേ അലിനയുടെ നമ്പർ ഇപ്പൊ ഒരു ഫോട്ടോ വരുവാനില്ല. ഫോട്ടോ സ്കൂളിന്റെ ഉള്ളിൽ അനാശാസനം അനാശാസനം പിന്നെ തോക്ക് ഉപയോഗിക്കുന്നതിന് എന്താ പറഞ്ഞ ശാസനം എന്ന് പറയോ? അനാശാസി എന്താണേലും വെടിവെക്കുന്ന കറക്റ്റ് ഫോട്ടോ. എന്നാ അലീന ആ ധനു പറ. ആ ധനു എന്തോ മനസ്സിലായി കുഴപ്പമില്ല തന്നെ കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല. ചേച്ചി മനസ്സിലായി തന്നെ കുഴപ്പമില്ല. റേഡിയോ മുതുക്കി നിന്ന് ഇതെന്തു ഇവിടെ മൂഞ്ചിക്ക കണ്ട കേട്ടാ മൂഞ്ചിക്ക അവിടെ നിന്ന് മൂഞ്ചി. പോട്ടെ അത് അൺലോക്ക് ചെയ്തേ. അലീന ഫോട്ടോ കണ്ടോ? അലീന ഫോട്ടോ കണ്ടോ? ഒന്ന് മെസ്സേജ് എടുത്ത് നോക്കൂ. 73 ഇത് നേരെ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇപ്പൊ നേരെ പോകുന്ന DOGയുടെ ഓഫീസിലോട്ടാ. എനിക്ക് പെർമിഷൻ ഉണ്ട്. ഞാൻ പിസ്റ്റൾ വെച്ചാണ് അടിച്ചത്, അല്ലാണ്ട് പെർമിഷൻ കൊണ്ട് കൊടുത്താലും ഞാൻ കൊണ്ട് കൊടുക്കും. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം അലീന. ബാക്കി കൊടുത്തോടാ, പോയിട്ട് കൊടുത്തോ. പോയിട്ട് കണ്ണൻ ഒരു വരവ് വരും. നീ പൊക്കോ ആദ്യം, നീ ഇറങ്ങി പൊക്കോ ആദ്യം. ആ ധനു പറ. ബൈ ബൈ, സീ യു. അലീന തുറന്നേ, അലീന ഗേറ്റും തുറന്നേ, ഗേറ്റും തുറന്നേ. പോട്ടെ. ഇല്ലില്ല, അണ്ണൂനെ കൊണ്ട് ഞാൻ പൂഴിപ്പിക്കുന്നല്ലാണ്. അണ്ണോടാ ജോണിയോമിന്റെ അമ്പലത്തിലാണ് 888 ഇല്ലേ? ജോണിയോമാ എന്തോ അണ്ണൂടെ ഈ P47 എന്റെ കൂടെ നിൽപ്പുണ്ട്. അടുത്തോട്ട് ചെന്നപ്പോ താൻ അവിടെ മാർക്കിയെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഷട്ടർ എന്തോ P47ലോ
ആ P47 ഉണ്ട് മറ്റേ വണ്ടി മേടിക്കുന്ന കടയില്. അണ്ണൂന്റെ അടുത്ത് ഒരു പ്രശ്നമുണ്ട്, ഒന്ന് നിക്കണേ. 72-27 വാ, ഞാൻ ഇവിടെ പിടിച്ചത്. കണ്ണാപ്പി 72-27. ഓക്കെ. എടാ ഫസ്റ്റ് ഹാഫ് അവര് ജയിച്ച് സമ്മതിച്ച്. സെക്കൻഡ് ഹാഫ് അണ്ണു വന്നിട്ടുള്ളൊരു എൻട്രി ഉണ്ട്. അവര് ജയിക്കട്ടെ, ഫസ്റ്റ് ഹാഫ് അവര് വിജയിക്കട്ടാ. ഇനിയാണ് എന്റെ ഷോ. ഇല്ലടാ എനിക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാ, ഞാൻ അതിന്റെ റിവെഞ്ച് എടുക്കാൻ പോവാ. ഇല്ലടാ ഇത് എന്നെ കൊണ്ട് തല്ലാൻ പറ്റത്തില്ല. ഇത് അണ്ണു വേണം. കാരണം ഞാൻ തല്ലിക്കഴിഞ്ഞാൽ നാറും. കൈവെക്കലില്ലളിയാ. എന്താണ് അവിടുത്തെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഷട്ടറും തുറക്കണേ. പുറത്തൂടെ പോ. ഞാൻ ഇതുവഴിയാണല്ലോ വന്നത്. സ്ത്രീകളെ പറയുന്നു അവിടെ കുറച്ച് പൂവാലന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ. പോയി കഫേൽ അൽട്രോണിന്റെ പേരാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. ചേച്ചിയാണ് വിളിച്ചു പറഞ്ഞത്. നിന്റെ ചേച്ചിയല്ലേടാ അത്? ചന്ദ്രാണ് പെമ്പിള്ളാരെയൊക്കെ അടിക്കുന്നത്. അത് 4 വരെ എനിക്ക് ഒറ്റയ്ക്ക് 1v1 അടിക്കാം. അങ്ങനെ കൊല്ലുന്നതിൽ രസമില്ലല്ലോ, റിവെഞ്ച് പൂഴിപ്പിച്ചിരിക്കുന്നു. ഹലോ, എന്നോട് അപ്പുറത്തോട് മാറാൻ പറഞ്ഞിട്ടേ കാണുന്നില്ല. നമ്പർ അല്ല, നിന്റെ നമ്പർ ഉണ്ടല്ലോ. ഇല്ല എന്റെ നമ്പറില്ല. ജോണി വിളിച്ചിട്ട് കണ്ണാപ്പി തിരക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെന്ന് പറ. സിറ്റുവേഷൻ ഉണ്ടോ? ശരിക്കും സിറ്റുവേഷൻ ഉണ്ടോ? സ്പീക്കർ ഇടട്ടെ. അതല്ല ജോക്കി, അതല്ല കണ്ണാപ്പി ഒന്നിന്റെ അടുത്ത് കൊണ്ട് അവൻ എന്തോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മറ്റേ സിറ്റുവേഷൻ ഉണ്ട്, എന്നാലും അവനോട് സംസാരിച്ച്. കണ്ണാപ്പി പറയണ എന്തുവാടാ? കുറച്ച് കാര്യം പറയണ്ടോ? നേരിട്ട് വരുമോ? നേരിട്ട് വരാൻ പറ്റത്തില്ല, ഇപ്പൊ സംസാരിക്കും. അല്ല ജോക്കി, അവൻ P47 ഉണ്ട് എന്റെ അടുത്തുണ്ട്. ഞാനില്ലല്ലോ. ഞാൻ വരാം. ഒന്ന് വരാ ജോക്കി. സംഭവം എന്താ വെച്ചാല് ഞാൻ സ്കൂളിൽ കയറി, നമ്മുടെ മറ്റേ വലിയ കാലത്തി കേറിയപ്പോഴത്തേക്ക് എന്നെ ഗൺ പോയിന്റ് ചെയ്തിട്ട്. ആര്? അലീന. അവിടെ സ്കൂളിൽ കണ്ണെടുത്ത് കഴിഞ്ഞാൽ പോലീസ് കേസ് കൊടുത്ത സ്കൂൾ കൂട്ടുമല്ലോ. എന്നിട്ട് എന്നെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. സ്കൂളിൽ വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത്. ജോണി ഓമിന്റെ നമ്പർ 75 അല്ലേ? 888. ഞാൻ ഒരു സാധനം അയച്ചു ജോണി അമ്മ, ഇതും കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് പറയണം. പോലീസുകാരെന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാല് DAG അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. ഇഷാകൃഷ്ണ മാളു ജോക്കിയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്തിട്ട് പോയി. ഈ ഫോട്ടോ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 17 ലക്ഷം. അവരോട് എല്ലാരോടും തിരിച്ച് അവിടെ തന്നെ വരാൻ പറഞ്ഞു. ഞങ്ങൾ ജോണിയമ്മ ഈ ഫോട്ടോ കൊണ്ട് എന്തിനു ചെയ്യാൻ പറ്റുമോ നോക്കി. സ്കൂള് പൊട്ടിക്കാൻ പറ്റുമോ? ഉറപ്പാണോ? പോലീസ് കൊടുത്ത് DOJ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്ത് റിട്ടേൺ കംപ്ലൈന്റ്. ഓക്കെ, ഞാൻ എക്സാമിന്റെ റിപ്പോർട്ട് ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഇല്ലീഗൽ വെപ്പൺ യൂസിംഗ് ഇൻ സ്കൂൾ. അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു സാക്ഷിയാണ്. ഒരു കൊച്ചു പയ്യന്റെ മുമ്പ് വെച്ച് ആയുധം എടുത്ത കേസ് വരും, സ്കൂളിൽ ആയുധം എടുത്ത കേസ് വരും, അവിടുത്തെ ടീച്ചർ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ തന്നെ ഗണ്ണ് സൂക്ഷിച്ച കേസ് വരും. ഒരുപാട് കേസ് വരും. അപ്പൊ ഈ കേസ് തന്നെ മതി.
ഞാൻ പറട്ടെ, പിന്നെ അണ്ണൂരോട് ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. പക്ഷെ ഞാൻ ഇല്ലില്ല എനിക്ക് കേസ് കൊടുക്കുന്നതിലൊക്കെ ഭയങ്കര സന്തോഷമുള്ളൂ. പക്ഷേ ഇല്ലില്ല, ഞാൻ ഒരു കാര്യം പറട്ടെ, എന്തൊക്കെ വന്നാലും ഇവരെ തിരിച്ചു തല്ലിക്കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. ഇവര് കുറച്ച് ഓടട്ടെ. നിനക്ക് കേസ് വരും. അല്ലല്ല, അതാ പറഞ്ഞത്, ഇവര് അവിടെ തിരിച്ചു ചെല്ലുന്നതില് കോടതി കേസൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ജോണിയാമ പണ്ടേ ദേവലോകത്ത് കണ്ണന്റെ പേര് എത്ര കേസുണ്ടായിരുന്ന ജോണിയാമന്റെ അടുത്ത് ഞാൻ പറഞ്ഞു തരണോ? എനിക്ക് പറഞ്ഞു തരണ്ട. നമ്മൾ തമ്മിൽ എന്തോരം കേസ് ഉണ്ടായിരുന്നു. എന്റെ മോനെ തല്ലിയ കേസൊക്കെ ഉണ്ടായിരുന്നു. ഓ പിന്നെ അവനെ തല്ലുന്ന കേസ് ആര്? ഓർമ്മയുണ്ടോ? അപ്പാപ്പ കടം ചോദിച്ച പൈസ വയ്ക്കാൻ അപ്പാപ്പനെ പള്ളക്ക് കത്തികയറ്റിയ കേസ്. നീ അറിയാതെ ആരെയും അമ്മുക്കുട്ടിയെ തല്ലിന്ന് പറഞ്ഞാൽ നിന്നെ തല്ലിക്കൊന്നത്. ഓ എന്തൊക്കെ കേസുകളായിരുന്നു. എന്തോ അപ്പൊ ഞാൻ പോയി ബാക്കി പ്രൊസീഡിംഗ് ഒക്കെ ചേട്ടെ. കത്തിപ്പോകും. അല്ലല്ല, ഇപ്പൊ ചെയ്യുന്നില്ല. ഞാൻ EMS റിപ്പോർട്ട് എടുത്തിട്ട് വരാം. ഞാൻ അവിടെ വെച്ച് നമ്മൾ കൊന്നായിരുന്നെങ്കിൽ അവിടെ നമ്മുടെ RP കയറ്റാവത്തില്ലേ? ഇതാകുമ്പോഴത്തേക്ക് അവർക്കിട്ടം കൊടുക്കാം. മനസ്സിലായോ? അണ്ണൂനോട് പറയണ്ട, ഒന്നും ഇല്ലെന്ന് പറയണ്ട. ഹലോ സാറേ, ഹലോ സാറേ, കുറച്ച് മുമ്പ് ഹെലികോപ്റ്റർ അല്ലേ സാറേ സ്കൂളിൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ വന്നില്ലേ? അത് നിങ്ങൾ ആരെങ്കിലും ആണോ? ആ സാറേ, അതിന്റെ റിപ്പോർട്ട് എന്തരുമോ സാറേ? എനിക്ക് DOGയിൽ കേസ് കൊടുക്കാനായിട്ട് സ്കൂളിൽ വെച്ച് എന്നെ കൊത്തുന്നുള്ള റിപ്പോർട്ടായിട്ട് സാറ് മൊഴി തരാൻ പറ്റും? സാറിന്റെ പേരെന്ന് പറയോ? ഹലോ സാറിന് മൊഴി തരാൻ പറ്റുമോ? മൊഴി എന്തിനായിരുന്നു? അല്ല സാറ് മറ്റേ ഹോസ്പിറ്റലിൽ കേസ് നോക്കിയെന്ന് പറഞ്ഞ സാറേ, ഒന്ന് റേഡി ചോദിച്ചേ. സാറല്ലേ ഹോസ്പിറ്റലിൽ ഇപ്പൊ കേസ് നോക്കിയത്? പിന്നാരാ സാർ? അയ്യോ, സാറെ സ്കൂളിൽ വെച്ച് ഒരാളെ ബുക്ക് ചെയ്യില്ലേ? ഇപ്പൊ ഹെലികോപ്റ്റർ സ്കൂളിൽ വെച്ച് ഹെലികോപ്റ്ററിൽ ആരെയാ ബുക്ക് ചെയ്ത്? ആരാ ആ കേസ് അറ്റൻഡ് ചെയ്ത്? ആരാ? സാർ സാറാണോ? നീല മുടിയുടെ സാറാണോ? സാറിന്റെ പേരെന്ന് പറയോ? സാറിന്റെ പേര്? സാറേ, അവിടെ വെച്ച് ഞാൻ ചത്തേന്റെ റിപ്പോർട്ട് വല്ലതും കിട്ടാൻ പറ്റുമോ സാറേ? എന്ത് കാരണത്താ ചത്തേന്നുള്ളത്? ഫയറിംഗ് ആ റിപ്പോർട്ട്. എല്ലാം കൂടെ ചേർത്ത ഞാൻ ഇപ്പൊ തരാം. ദൊങ്കാണേ പെണ്ണെ നീ മറ്റുന്ന മേടയിൽ പെണ്ണുവേ